നമസ്കാരം. നമ്മുടെ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ വന്നൊരു കാര്യം, നമ്മുടെ ആക്ടർ സുധിയുടെ ഭാര്യ രേണു സുധി ഒരു ആൽബത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. അവർക്ക് സിനിമയിൽ നിന്നൊക്കെ നല്ലോണം അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അവർ ദാസേട്ടനായിട്ടും വേറൊരാളായിട്ടൊക്കെ ഫോട്ടോഷൂട്ടും എല്ലാം ചെയ്തു. നല്ല റീച്ച് ഉണ്ട് അവരുടെ അക്കൗണ്ട്. അത്രയും നാളധികം ആരും കാണാത്ത അക്കൗണ്ടൊക്കെ റീച്ചായി. അത് കൂടുതൽ നെഗറ്റീവ് റീച്ചാണ് വരുന്നത്. അതായത് അവർക്കതിൻ്റെ ആവശ്യമുണ്ടോ? സന്നദ്ധ സംഘടനകൾ ഒരു വീട് വെച്ച് കൊടുത്തില്ലേ? ഭർത്താവ് മരിച്ചിട്ട് ഇവർക്ക് എന്തിൻ്റെയാണ്? ഇവർ മോഡേൺ ഡ്രസ്സ് ഇട്ട് നടക്കുന്നു, മേക്കപ്പ് ഇട്ട് നടക്കുന്നു, ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ പേരിൽ വരുന്ന കുറ്റം. ഈ കുറ്റം പറയുന്നവരോടൊരു വാക്ക്, ഭർത്താവ് മരിച്ച സ്ത്രീ ജോലി എടുക്കാതെ ജീവിക്കണമെന്ന് ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. ഈ കുറ്റം പറയുന്നവരാരും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളോ അവർക്ക് ഉള്ള കടം തീർക്കാനുള്ള പൈസ ഒന്നും കൊടുക്കുന്നില്ല. അവർ ജോലി ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പം അവർ ചെയ്തതുകൊണ്ട് ഒരു തെറ്റുമില്ല. അവർ ഇനിയും ഉയർന്നു വരണം. കാരണം ഭർത്താവ് മരിച്ചൊരു സ്ത്രീ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ആൾക്കാരുടെ സംസാര രീതി, പെരുമാറ്റം എല്ലാം വളരെ വ്യക്തമാണ്. കാരണം ഇന്നത്തെ തലമുറ എന്താ പറയുക, നമ്മളെത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ പഴയ ഒരു ഇതുണ്ട് എല്ലാവരുടെ ഉള്ളിൽ തന്നെ. കുറച്ച് പേരാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും തന്നെ ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീ വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പാടില്ല. അവർ ചെയ്തത് അവരുടെ ജോലിയാണ്. അവർക്കറിയാവുന്നൊരു തൊഴിൽ അഭിനയമായിരിക്കും. അഭിനയം അവർ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ കാരണം. ഇപ്പോൾ നമുക്ക് അവരുടെ ഒരു വളരെ ഇഴുകിച്ചേർന്ന ഒരു രംഗോ അല്ലെങ്കിൽ ഒരു വൃത്തികേടോ ഒന്നും തന്നെ അവരുടെ ഇതിലില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചിരിയോടെ അല്ലാതെ നമുക്കത് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ അതിൽ അവരൊരു വൃത്തികേട് ചെയ്തില്ല. അവരൊരു കല്യാണം കഴിഞ്ഞ പോലത്തെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായി. അതിൽ രേണു സുധിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. രേണു സുധി കല്യാണം കഴിക്കണോണ്ട് തെറ്റുമില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവർക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. അവർക്കൊരു കൂട്ട് വേണം, ഒരു ഇണ വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് അവർക്ക് കല്യാണം കഴിക്കാം. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. നമ്മുടെ മീഡിയാസിലെല്ലാം ഇപ്പോൾ FB ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇതിലെല്ലാം തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് തോന്നും. എന്തിനാണ് ഇത്രയും ആൾക്കാർ ഇതുപോലെ അവരെ ക്രൂശിക്കണേന്ന്? കാരണം ഇപ്പോൾ ജനങ്ങളോടൊരു വാക്ക്, അതായത് ഇപ്പോൾ വീട് വെച്ച് കഴിഞ്ഞു. ഒരു വീട് കിട്ടിയെന്ന് വെച്ചിട്ട് 3 വയറൊന്നും കഴിയില്ല. കാരണം 3 പേർക്ക് അവിടെ ഭക്ഷണം വേണം, അവർക്കുള്ള ഡ്രസ്സ് വേണം, അവർക്ക് ഓരോ ദിവസം ജീവിക്കണം. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അതിന് പൈസ വേണം. പിന്നെ അവർക്ക് അവരുടേതായ ലോണോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം തന്നെ പൈസ വേണം. അപ്പോൾ ഇത് പൈസ വേണം എന്നുണ്ടെങ്കിൽ ഇവർ പണിയെടുക്കാതെ ഒരു തരമില്ല. കാരണം ഈ കുറ്റം പറയുന്നവരാരും തന്നെ അവരുടെ വീട്ടിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് എന്തോ അല്ലേ ഒരമ്മ 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത്. അവരൊക്കെ വലിയ വീടും കാര്യങ്ങളും ഒക്കെയാണ്. അവർ അത്യാവശ്യം സാമ്പത്തിക നിലയാണെന്നാണ് ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. എന്നാൽ പോലും അവരുടെ മാനസികവേദ മനസ്സിലാക്കാൻ ആരും ഉണ്ടായില്ല. ഇപ്പം അവർ മരിച്ചു കഴിഞ്ഞപ്പം പലരും പറയുന്നുണ്ട്, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ സഹായിക്കായിരുന്നു. ഇപ്പം ഇന്നലെ ഞാൻ FBയിൽ കണ്ടതാണ്. ഇവരുടെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരു യുവതി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്, ഞാനും മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ എത്രയോ നല്ല പെണ്ണുങ്ങളാണെന്ന് അറിയാമോ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ഞാൻ സഹായിക്കാം, ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ്, ഇന്ന സ്ഥലത്ത് വന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ തരൂ, ഞാൻ കോൺടാക്ട് ചെയ്യാം, GPay നമ്പർ തരൂ. ഞാനും അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ അതിൻ്റെ അടിയിൽ. കാരണം സഹോദരി അങ്ങനെ ആവരുത്. കാരണം ഒരു അമ്മ 2 മക്കളെയും കൊണ്ട് തീവണ്ടിയുടെ മുമ്പിൽ ചാടി മരിക്കുക എന്നുള്ളത് എത്രയോ വേദനാജനകമാണ്. അപ്പം നമുക്കത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു പാഠം പഠിച്ചത്. അതുപോലെ അങ്ങനെ മരിക്കാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി ചെയ്തവരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അവർ ഇനിയും അവസരങ്ങൾ അവർക്ക് കിട്ടണം, അവർ ഉയർന്നു വരണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ പോട്ടെ. പിന്നെ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോളൂ. പക്ഷെ നമുക്ക് ഈ പറയുന്നവരാരും തന്നെ നമുക്ക് ജീവിക്കാൻ ഒരു വക തരില്ല. അതാണ് മെയിൻ കാര്യം. പറയുന്നവർ കുറ്റം പറയും. അപ്പം അതുകൊണ്ട് രേണുസുധി ചെയ്തത് ഒരിക്കലും തെറ്റല്ല. രേണുസുധി ചെയ്തത് തെറ്റാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. രേണുസുധി ചെയ്തത് ഒരിക്കലും തെറ്റല്ല. രേണുസുധി ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇപ്പോഴത്തന്നെ അവരുടെ അക്കൗണ്ടൊക്കെ റീച്ച് ആയിട്ടുണ്ട്. അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ അഭിനയവും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് മതി ജീവിക്കാനായിട്ട്. ഒരിക്കലും ഭർത്താവ് മരിച്ചവർ വീടിൻ്റെ അകത്ത് 4 ചുമരിൽ ഒതുങ്ങി പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.